ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട്ടിലെത്തി ചെറിയ കുഞ്ഞിന്റെ വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കുഞ്ഞിന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ചാനൽ നടത്തിയിരിക്കുന്നതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാർ അറിയിച്ചു. പാലക്കാട് സ്വദേശിയാണ് യൂട്യൂബ് ചാനലിനെതിരെ കമ്മീഷനെ സമീപിച്ചത്. മനുഷ്യത്വരഹിതമായ ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ചാനൽ നടത്തിയത് മാധ്യമപ്രവർത്തനമായി കാണാൻ കഴിയില്ലെന്നും ദുരന്തത്തിൽ തകർന്നു നിൽക്കുന്ന കുടുംബത്തിന് ആശ്വാസം പകരുന്നതിന് പകരം മാധ്യമപ്രവർത്തക ആവർത്തിച്ച് കുഞ്ഞിനോട് അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും കെ.വി. മനോജ് കുമാർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, യൂട്യൂബ് ചാനൽ എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടുകയും ചെയ്തു. അർജുന്റെ 2 വയസ്സുള്ള മകനോട് ചോദ്യങ്ങൾ ചോദിച്ചതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള ഹീനമായ സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിനോദസഞ്ചാര പൊതുമരാമത്ത് മന്ത്രി P.A. മുഹമ്മദ് റിയാസും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ച രാത്രി അർജുന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം വളരെ ഗൗരവമുള്ളതാണെന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇങ്ങനെയും ആളുകൾ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നുവെന്നും മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലുള്ള നടപടിയാണ് ചെയ്യുന്നതെന്നും സൈബർ ആക്രമണത്തിന് പിന്നിലുള്ളവരെ കർശനമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമായിരുന്നു മന്ത്രി വ്യക്തമാക്കിയത്. മാത്രമല്ല, അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ കോഴിക്കോട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം കഴിഞ്ഞ ദിവസം പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. അർജുന്റെ അമ്മയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണ ഭാഗം എഡിറ്റ് ചെയ്ത് ഒരു വിഭാഗം പ്രചരണം നടത്തിയതിനെതിരെയാണ് കേസെടുത്തത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിനായി സൈന്യം ഇറങ്ങിയ ദിവസം അമ്മ ഷീല വൈകാരികമായി നടത്തിയ പ്രതികരണത്തിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്താണ് കുടുംബത്തിന് നേരെ ചിലർ സൈബർ ആക്രമണം തുടങ്ങിയത്. പട്ടാളത്തെ കുറ്റം പറയാൻ അർജുന്റെ അമ്മയെ പ്രേരിപ്പിച്ചെന്ന നിലയിലായിരുന്നു പ്രചാരണം നടന്നത്. തകർന്നിരിക്കുന്ന കുടുംബത്തെ ലക്ഷ്യം വെച്ച് നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നായിരുന്നു നേരത്തെ കുടുംബം ആവശ്യപ്പെട്ടത്. അതേസമയം അർജുനായുള്ള തിരച്ചിൽ 14ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരച്ചിൽ എന്നും തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം. കർണാടകയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് നീക്കാനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഡ്രഡ്ജിംഗ് യന്ത്രം എത്രയും വേഗം എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വേഗത്തിൽ മണ്ണ് നീക്കാൻ ഡ്രഡ്ജർ സഹായമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഗംഗാവലി പുഴയിൽ ഇറങ്ങുന്നതിന് വെല്ലുവിളികൾ ഏറെയാണ്. എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും തെരച്ചിൽ നിർത്തരുതെന്നാണ് കേരള സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ വ്യക്തമാക്കി. ഷിരൂരിലെ രക്ഷാദൗത്യം നിർത്തിവെക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, അർജുനായുള്ള തിരച്ചിൽ നിർത്തരുതെന്ന് കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നും പെട്ടെന്ന് തിരച്ചിൽ നിർത്തുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നും കേരള, കർണാടക സർക്കാരുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നുമാണ് അർജുന്റെ സഹോദരി അഞ്ജു വ്യക്തമാക്കിയത്.